അത് വേറെയല്ല, അത് ഇതുമായിട്ട് നമ്മളെന്തിനാ അല്ല അത് ഇല്ല, അങ്ങനത്തെ ഒരു സംഗതിയില്ല. അതെങ്ങനെ വന്നതാണ് വാർത്ത എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അത് ഒരു കാരണവശാലും അങ്ങനെ നമ്മുടെ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു രംഗത്തൊന്നും ഉണ്ടായതല്ല. എന്ന് മാത്രമല്ല, നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും LDFിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഒരു ആവേശം തന്നെയാണ്. അതേസമയം UDFിനോടൊപ്പം നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താവും എന്നുള്ള സ്ഥിതിയിലാണ്. നമുക്കറിയാമല്ലോ, നമ്മളെ പ്രിയപ്പെട്ട മാണി സാറിനെ വല്ലാതെ വഞ്ചിച്ചവരാണവർ, വല്ലാതെ. അത്രയായാലും അന്ന് ഈ പറഞ്ഞ 2 പേരുടെ ഭൂരിപക്ഷത്തിലാണ് മുന്നണി മുന്നോട്ട് പോയത്. എൻ്റെയും ശ്രേയാംസ് കുമാറിൻ്റെയും ഇതിലാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് വലിയ ഇതില്ലാതെ അങ്ങനെ ആ നിലയിൽ പോയത്. അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ലേനു. നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അവരിതൊന്നല്ല ചെയ്യുക. അപ്പോൾ നല്ല ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് പോലും മാണി സാറിന് ഒരു എന്താ പറയുക, മാണി സാർ എന്ന് പറയുമ്പോൾ ഒരുപാട് 52 വർഷക്കാലം ഒരേ പാലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ, എല്ലാ വിധത്തിലുള്ള അവരെയൊക്കെ തന്നെ വളരെ നീചമായി തന്നെ പറയാം. പല കാര്യത്തിലും അദ്ദേഹത്തെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവർ വേദനിച്ചിരുന്നു. എന്നെയും മുനീർ മിനിഷയും കണ്ടപ്പോൾ ഞാനൊന്ന് മിനിഷായിരുന്നു, മുനീർ മിനിഷ ഞാനും കൂടി ഒന്നായിട്ട് പോയപ്പോൾ എൻ്റെ മക്കൾ വാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളൊരു സ്ഥലത്തേക്ക് ക്ഷണിച്ചതാണ്. ഞാൻ വരുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള മാണി സാറിനെ വല്ലാതെ വേദനിപ്പിച്ചു. അതാണ് അന്ന് തന്നെ മാണി സാറ് ആ ഭാഗം തന്നെ മുന്നോട്ട് പോയത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്ന പോലെയൊന്നുമില്ല. നമ്മൾ ഈ പ്രാവശ്യമാണ് LDFുമായി ചേർന്നത്. അതിന് മുമ്പേ ഉണ്ടായിരുന്നവർക്കൊക്കെ തന്നെ പരിഗണന കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള കാലത്ത് ഈ അത്തരത്തിലുള്ള പരിഗണന ഞങ്ങൾക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ അത് സംശയവുമില്ല. LDFിനോട് വെക്കുക എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉഷാർ തന്നെ. അതിനപ്പുറത്തേക്ക് ഒരു അതിർത്തിയില്ല. ഇല്ല, നേരത്തെ MV ശ്രേയാംസ് കുമാർ ഉൾപ്പെടെ ഇടതുപക്ഷത്തിനകത്ത് ഒരു പരിഗണന കിട്ടുന്നില്ല, ഒരുപാട് പരിഗണന എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ അത്രമാത്രം രീതിയിലേക്ക് പോകാൻ അങ്ങനെയൊരു ഇത് എല്ലാവരുടെ സാധാരണ പ്രവർത്തകരുടെ അടക്കം ഭാഗത്തുനിന്നുണ്ട്. അത് പക്ഷേ അത് ചില കാരണങ്ങൾ കൊണ്ടാണ്. ചില കാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെയധികം എന്താ പറയുക, ഒരു എന്താ ലീഡർ എന്നുള്ളതിൽ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ കുറേ വിഷമത്തിലുള്ള കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പലതിലും അങ്ങനെ ശക്തമായിട്ട് ഇടപെടാനും കഴിയാത്ത സ്ഥിതിയാണത്. ലഭിക്കേണ്ടതും നമുക്ക് തന്നെയാണ്. പക്ഷേ ആ നിലയിലുള്ള MLAമാരുണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം എന്ത് തന്നെ പറഞ്ഞാലും കേരളത്തിലെ അങ്ങോളം ഇങ്ങോട്ടെടുത്ത വോട്ടർമാരുടെ കണക്കിലെടുത്താൽ ഇപ്പോൾ ഉള്ള മുന്നണിയിൽ രണ്ടാമത്തെ കക്ഷി നമ്മൾ തന്നെയാണ്. പിന്നെ CPI വരുന്നുള്ളൂ. ഇല്ല, അതിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അല്ല, കോൺഗ്രസ് എസ് അതാണ് പറഞ്ഞത്. അവരിൽ നിന്ന് വിട്ടു നിൽക്കാതെ നമ്മൾ വിട്ടു നിന്ന ആളുകളായിരുന്നു. പിന്നീടാണല്ലോ വരുന്നത്. പിന്നീട് വന്നത് കഴിഞ്ഞ പ്രാവശ്യമേ വന്നുള്ളൂ. അതിന് മുമ്പത്തെ മുന്നണിയിലുണ്ടായിരുന്നില്ല. അതാണല്ലോ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മൾ വന്ന് മറ്റുള്ളവരൊക്കെ തന്നെ മറ്റ് ഇതിലുള്ളവരൊക്കെ തന്നെ NCP ആയാലും S ആയാലും പിന്നെ എന്താ പറയുക INLൻ്റെ ആയാലും ഏതായാലും എല്ലാ പിന്നെ ഗണേശായാലും അവരൊക്കെ തന്നെ അതിന് മുമ്പേ ഉണ്ടായിരുന്നവരാണ്. അടുത്തലുണ്ടാവും. അല്ല, അടുത്തലെന്തായാലും ഉണ്ടാവും നമുക്ക് പരിഗണന. അടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വരും. ഞങ്ങൾ ഉണ്ടാവും. 2-3 ആളുകൾ ഞങ്ങൾ MLAമാരുണ്ടാവും. അത് എന്തായാലും ഉന്നയിക്കുമല്ലോ. അതിപ്പോഴും ഉന്നയിക്കുന്ന പ്രശ്നമൊന്നുമില്ല, ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ടാണ് പരിഗണിക്കാത്തതല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങളിൽ ചില സമയത്ത് തീരുമാനമെടുക്കാൻ സാധിക്കാത്ത സ്ഥിതി എല്ലാവർക്കും ഉണ്ടാവും. അത് എത്ര ഉന്നതനായാലും ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എല്ലാ കർശന നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യും, എല്ലാ കാര്യത്തിലും ഇടപെടുകയും ചെയ്യും. ഇപ്പം ചില വിഷമങ്ങളൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് അതിങ്ങനെ പോകുന്നുള്ളൂ.